ഷിരൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാം. ഷിരൂരിൽ രക്ഷാദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ബൂം മാന്തി യന്ത്രം എത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ബൂം ക്രെയിൻ അല്പസമയത്തിനകം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ പ്രവർത്തനം എപ്പോൾ തുടങ്ങുമെന്നാണ് അറിയാനുള്ളത്. എസ് വിജയകുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, ബൂം എത്തുന്നു, അതായത് വലിയ ആഴത്തിൽ മണ്ണ് വാരിയെടുക്കാൻ കഴിയുന്ന യന്ത്രമാണ്. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഈ ഗംഗാവാലി പുഴയിലെ മൺകൂനയ്ക്കകത്താണ് ഒരുപക്ഷെ അർജുൻ പെട്ടിട്ടുണ്ടാവുകയെങ്കിൽ ബൂം കൊണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയില്ലേ? കരയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ യന്ത്രം. അതിൻ്റെ യന്ത്രക്കൈകൾ നീളമുള്ളതാണ്. അതുകൊണ്ട് കരയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വളരെ നീളമേറിയ യന്ത്രക്കൈകൾ അതിനുണ്ട്. അതുകൊണ്ട് കരയിൽ നിന്ന് അത് പ്രവർത്തിപ്പിക്കാൻ പറ്റിയേക്കും ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ. അതുപയോഗിച്ച് ഈ മൺകൂമ്പാരങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം രണ്ട് ഏജൻസികൾ നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, ആർമിയുടെയും നേവിയുടെയും രണ്ട് പരിശോധനയിലും ഒരേ സ്പോട്ടിൽ നിന്ന് ഈ സിഗ്നലുകൾ ലഭിച്ചു എന്നതാണ് ഈ പരിശോധനയെ നിർണായകമാക്കുന്നത്. ഒരേ സ്പോട്ടിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചതുകൊണ്ട് തന്നെ അവിടെ എന്തോ വളരെ പ്രധാനപ്പെട്ട വളരെ വലിയൊരു ലോഹവസ്തു കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെ കരുതണം. നേരത്തെ നമ്മൾ മലയാളി രക്ഷാപ്രവർത്തകരിൽ പലരും ചൂണ്ടിക്കാട്ടിയ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആ നിലയ്ക്കുള്ള സിഗ്നലുകളൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു പോയിന്റിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ മൺകൂമ്പാരം വളരെ വലുതാണ്. ടൺ കണക്കിന് മണ്ണ് അവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നടിഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ തുറന്നു പരിശോധിക്കുക എന്നത് ഒരു പക്ഷേ പ്രായോഗികമല്ല. അതുകൊണ്ട് ഈ റഡാറുകൾ നൽകുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പരിശോധനയ്ക്ക് വേണ്ടുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയൂ. അങ്ങനെ ഇപ്പോൾ ഈ രണ്ട് ഇന്നലത്തെ സോണാർ പരിശോധനയിലും നേരത്തെ നടത്തിയ റഡാർ പരിശോധനയിലും ഏറെക്കുറെ ഒരേ പോയിന്റിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചത്. നേരത്തെ കഴിഞ്ഞ ദിവസം കരസേനയുടെ ആർമിയുടെ പരിശോധനയിൽ ഈ തീരത്തോട് ചേർന്ന ഒരു ഭാഗത്ത് സിഗ്നൽ ലഭിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. അത് ഇന്നലത്തെ സോനാർ പരിശോധനയിൽ അത് ആ മൺകൂമ്പാരമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. രണ്ട് ഏജൻസികളും രണ്ട് സേനാ വിഭാഗങ്ങളും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഭാഗത്തേക്ക് പരിശോധനയ്ക്ക് ഈ ബൂം യന്ത്രം അവിടെ കൊണ്ടുവരുന്നത്. അത് നടത്തുന്ന പരിശോധന വളരെ ക്രൂഷ്യലാണ്. ഒരുപക്ഷെ ഈ ജില്ലാ ഭരണകൂടത്തിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ അവിടെ മാധ്യമങ്ങളോട് ഇന്ന് അനൗപചാരികമായി പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കാർവാർ എം എൽ എയും ഈ ദിവസങ്ങളിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്ന അദ്ദേഹവും ഇന്ന് ഒരു എന്തെങ്കിലുമൊക്കെ ഇക്കാര്യത്തിലൊരു നീക്കങ്ങൾ ഉണ്ടാകും എന്ന് വെച്ചാൽ ഒരു നിർണായകമായി ചില വിവരങ്ങൾ ഇന്ന് ലഭിക്കുമെന്ന് എം എൽ എയും പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ യന്ത്രക്കൈ അത് ഈ എന്തെങ്കിലുമൊക്കെ വസ്തുവിലേക്ക് എത്തും എന്നും അത് നമുക്ക് ഒരു വ്യക്തത കൊണ്ടുവരും എന്ന് തന്നെയാണ്. ഉച്ചയോടുകൂടി എന്ന് വെച്ചാൽ 12 മണിയോടുകൂടി ഇപ്പോഴത്തെ നിലയിൽ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അതവിടെ എത്തിക്കാൻ കഴിയും. നിരവധി തടസ്സങ്ങൾ ഈ വലിയ മിഷനറി അവിടെ എത്തിക്കുന്നതിലുണ്ടായിരുന്നു. അവിടെ ഡ്രഡ്ജർ കൊണ്ടുവരാനായിരുന്നു ആദ്യം നോക്കിയത്. പക്ഷേ രണ്ട് തുറമുഖ പട്ടണങ്ങൾ, ഒന്ന് മംഗലാപുരവും ഗോവയും, രണ്ട് തുറമുഖ നഗരങ്ങളിൽ നിന്ന് അത് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ അവിടേക്ക് ബൂം എന്ന ആ മണ്ണുമാന്തി യന്ത്രം അവിടേക്ക് ഉള്ള യാത്രയിൽ തന്നെയാണ്. ഒരു 2 കിലോമീറ്റർ പിറകിലുണ്ട് ഷിരൂരിലെ ഈ ദൗത്യ മേഖലയ്ക്ക് 2 കിലോമീറ്റർ അടുത്തേക്കെങ്കിലും അത് എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 12:30 അത് അവിടെ എത്തിക്കുകയും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുമെന്ന് കരുതാം. അരുൺ പൂപ്പറമ്പ ഒരു പക്ഷേ ഇപ്പോൾ ഇതിനൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അരുൺ നൽകാൻ കഴിയും. അരുൺ, ഈ ദൗത്യ മേഖലയുടെ എത്ര അടുത്തെത്തിയിട്ടുണ്ട് ഈ ബൂം മണ്ണുമാന്തി യന്ത്രം? വിജയകുമാർ, നമ്മളിപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഒരു 3 കിലോമീറ്റർ അകലെ എത്തിയിരിക്കുകയാണ്. അതായത് 60 അടി താഴ്ചയിൽ ഇതിൻ്റെ തെരച്ചിൽ നടത്താൻ സാധിക്കുന്ന, പരിശോധന നടത്താൻ സാധിക്കുന്ന ഹിറ്റാച്ചി ബൂം മെഷീനാണ്, യന്ത്രമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് അല്പസമയത്തിനകം ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിക്കും. നിലവിൽ നമുക്ക് നേരത്തെ ലഭിച്ച സിഗ്നൽ അനുസരിച്ച് ആ പുഴയുടെ നടുവിലുള്ള 60 അടി താഴ്ചയിൽ പരിശോധന അല്ലെങ്കിൽ ആ മണ്ണ് മാന്തി
വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഹിറ്റാച്ചി മെഷീനാണ് ഈ ബൂം എന്ന മണ്ണുമാന്തി യന്ത്രം. അതാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ദീർഘമേറിയ യന്ത്രക്കൈകൾ ഈ പരിശോധനയിൽ വലിയ പ്രയോജനം ചെയ്യുമെന്നാണ് കരുതുന്നത്. അരുൺ, കേൾക്കാം, ഞങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വലിയ ഹെവി മെഷീനറി അവിടേക്ക് കൊണ്ടുവരുന്നത്. അരുണും തുടരാം. വിജയകുമാർ, ഇത് ഇപ്പോൾ നിലവിൽ 3 കിലോമീറ്റർ അകലെയാണുള്ളത്. ഇത് അല്പസമയത്തിനകം ഷിരൂരിലെ ദൗത്യ മേഖലയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഇതിന്റെ പരിശോധന ഏറെ വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 60 അടി താഴ്ചയിൽ തെരച്ചിൽ നടത്താൻ സാധിക്കുന്ന ഹൈഡ്രോഗ്രാഫിക് മെഷീനാണ്, ഹിറ്റാച്ചി ബൂം മെഷീനാണ് ഇപ്പോൾ ഷിരൂരിലെ ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ സിഗ്നൽ ലഭിച്ച പുഴയുടെ നടുവിലുള്ള വലിയ മൺകൂനയിൽ അത് 60 അടി താഴ്ചയിൽ വരെ ഇതിൽ പരിശോധന നടത്താൻ സാധിക്കുമെന്നതാണ്. സ്വാഭാവികമായും ഇത് അവിടെ എത്തിച്ച് ഇതിന്റെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞാൽ അതേറെ നിർണായകമാകും എന്ന് തന്നെയാണ് ഇവിടുത്തെ, അതായത് ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇത് കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു. ഈ വാഹനം തകരാറായതിനെ തുടർന്നാണ് ഇത് അല്പം വൈകിയത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഇത് ഈ ദൗത്യ മേഖലയിലേക്ക് അടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ അകലെ മാത്രമാണുള്ളത്. ഇത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഇത് ഈ പരിശോധനക്കായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് നമുക്ക്. കരയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ? കരയിൽ നിന്ന് ഇതിന്റെ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് ആ മൺകൂമ്പാരത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ അല്ലേ? അതാണല്ലോ ഇതിന്റെ ഒരു പ്രയോജനവും അല്ലേ? തീർച്ചയായും വിജയകുമാർ, അത് തന്നെയാണ്. കരയിൽ നിന്ന് ഇതിന്റെ ഈ വളരെ നീളത്തിലുള്ള വളരെ ദൈർഘ്യമേറിയ ഈ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് ഇതിന് വളരെ താഴ്ചയിൽ ഇതിന്റെ ഒരു പരിശോധന നടത്താൻ, അതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ഒരു അത്യാധുനിക സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് അറിയുന്നത് പോലെ ഈ അപകട സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു മീറ്ററുകൾ അകലെയിൽ ഒരു 30-40 മീറ്റർ അകലെയാണ് ഈ മൺകൂമ്പാരങ്ങൾ ഉള്ളത്. അതിന്റെ പരിശോധന നടത്താൻ പ്രാപ്തമാകുന്ന, അല്ലെങ്കിൽ ഈ വളരെ അടിത്തട്ടിൽ എത്തി ഇതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു യന്ത്രമാണ് ഈ ഹിറ്റാച്ചി ബൂം എന്ന് പറയുന്നത്. ഇത് ഇന്ന് രാവിലെ എത്തും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അല്പം വൈകിയാണ് എത്തിയെങ്കിൽ പോലും ഇത് അവിടെ ദൗത്യ മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിന്റെ മറ്റ് നടപടികൾ പൂർത്തീകരിച്ച് ഇത് ഈ പരിശോധനക്കായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് നമുക്ക് ഈ ദൗത്യ സംഘാംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് നിർണായകമാകും. ഇതിന്റെ പരിശോധന ആരംഭിച്ച ശേഷമുള്ള മണിക്കൂറുകൾ എന്തായാലും നിർണായകമാകും. ഇത് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ അവിടെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കരസേനയുടെയും അതോടൊപ്പം കരസേനയുടെ റഡാർ പരിശോധനയിലും നേവിയുടെ സോണാർ പരിശോധനയിലും ഒരേ സ്ഥലത്ത് ലോഹ സാന്നിധ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ലോറിയുടെ ഒക്കെ പ്രൊഫൈൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ സിഗ്നൽ ലഭിച്ചിരുന്നു എന്നതാണ്. അത് ഈ വലിയ കൂമ്പാരമാണ്. അവിടെ ഒരു പരിശോധന നടത്തണമെങ്കിൽ, അതിൽ അത് സ്ഥിരീകരിക്കണമെങ്കിൽ, മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇത്തരം അത്യാധുനിക സംവിധാനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബൂം ഹിറ്റാച്ചി ബൂം മെഷീൻ ഇത് ബലഗാവിയിൽ നിന്ന് ഈ മെഷീൻ ഈ ഷിരൂരിലേക്ക് എത്തിച്ചത്. ഇതിന്റെ നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. ഒരു ദിവസം വൈകിയാണ് എത്തിയതെന്ന് എന്ന് MLA കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതേ സമാനമായി മറ്റൊരു മെഷീൻ കൂടി, ഇതിന് സമാനമായ ഒരു മെഷീൻ കൂടി എത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് എന്ന് അല്പസമയം മുമ്പ് കാർവാർ MLA പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതെന്തായാലും ദൗത്യ മേഖലയോട് അടുത്തു കഴിഞ്ഞു. ഏകദേശം ഒരു 2 കിലോമീറ്റർ അകലെ മാത്രമാണ് നിലവിലുള്ളത്. നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഉൾപ്പെടെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ? അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തെ ഈ ബൂം മെഷീന്റെ യന്ത്രത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകുമോ? ഇന്നിപ്പോൾ ഷിരൂരിലെ വെതർ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇന്ന് മഴ ഉണ്ട്, പകല് മുഴുവൻ മഴയുണ്ട്. ഉച്ച കഴിഞ്ഞ് ക്ലൗഡി ആയിരിക്കും, മഴ ശക്തി കുറഞ്ഞിട്ട് മഴ പെയ്യുമെന്നാണ് അവിടുത്തെ ഷിരൂരിലെ വെതർ റിപ്പോർട്ട് പറയുന്നത്. ഈ മോശം കാലാവസ്ഥ ഈ യന്ത്രത്തിന്റെ അവിടെ രക്ഷാപ്രവർത്തനത്തെയും യന്ത്രം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തെയും ബാധിച്ചേക്കുമോ? പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതടക്കമുള്ള വെല്ലുവിളികൾ ഉണ്ടല്ലോ. വിജയകുമാർ, അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതായത് ഷിരൂരിൽ ഇന്ന് രാവിലെ മുതൽ ഇടപെട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്.
എന്നാൽ ഇപ്പോൾ നമുക്കൊരു ശക്തമായ മഴ ഉണ്ട് എന്ന് പറയാനും സാധിക്കില്ല. ചാറ്റൽ മഴ മാത്രമാണ് പെയ്യുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉൾപ്പെടെ ഉണ്ട്. ശിരൂരിൽ ഉച്ചയ്ക്ക് ശേഷം, പൊതുവെ നമ്മളിവിടെ വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിലെല്ലാം ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്കൊക്കെ ശേഷം ശക്തമായ മഴ വൈകുന്നേരത്തോടടുത്ത് പെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരിശോധനയ്ക്കുൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിലാകെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിൽ എന്തായാലും ഇപ്പോൾ നമ്മളെ മാധ്യമപ്രവർത്തകരൊക്കെ ബാരിക്കേഡ് കെട്ടി തിരിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ഈ മെഷീൻ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അത് കഴിഞ്ഞ് ഇനി കൃത്യം പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ, ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഈ ദൗത്യ മേഖലയിലേക്ക് ഉള്ളൂ. അതിനുശേഷം നമുക്ക് നേരത്തെ MLA യിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഏറെ വൈകാതെ, വലിയ കാലതാമസം എടുക്കാതെ തന്നെ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ പരിശോധന ആരംഭിക്കാൻ സാധിക്കും എന്നതാണ് MLA ഉൾപ്പെടെ നേരത്തെ നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നുള്ളത്. ഇത് 60 അടി താഴ്ചയിൽ ഇതിന്റെ ഈ ലോഹ സാന്നിധ്യമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു അത്യാധുനിക സംവിധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സിഗ്നൽ ലഭിച്ചെടുത്ത് ഇതിന്റെ ഒരു പരിശോധന വളരെ നിർണായകമാകും എന്ന് പറയാൻ കാരണവും അതുതന്നെയാണ്. ഇതിൽ നേരത്തെ നമ്മൾ ഇതിന്റെ ഒരു പ്രവർത്തന രീതിയെ സംബന്ധിച്ചൊക്കെ MLA വിശദീകരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇതിന് ഈ മണ്ണ് വലിയ മൺകൂനയാണ്. അതിൽ ഇത്തരം ഒരു സംവിധാനം ഇല്ലാതെ അതിനെ മണ്ണ് തുരന്ന് ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടി സാധിക്കില്ല. നിലവിൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കരയിൽ നിന്ന് തന്നെ ഈ മൺകൂമ്പാരത്തിലേക്ക് ഇതിന്റെ ദൈർഘ്യമേറിയ ഈ കൈ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ, വളരെ ആഴത്തിൽ, ഇപ്പോൾ 60 അടിയോളം എന്ന് പറയുമ്പോൾ നമുക്ക് അത് ആവശ്യമായ രീതിയിലുള്ള താഴ്ചയിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇതിന്റെ നടപടിക്രമങ്ങൾ ഏറെ നിർണായകമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂപ്പറമ്പയാണ് നമുക്ക് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബൂം ക്രെയിനിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് അരുൺ നൽകുന്നത്. ബൂം ക്രെയിൻ എത്തുന്നതോടുകൂടി ഈ ഗംഗാവാലി പുഴയിലെ മൺകൂന കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ബൂം ക്രെയിനിന്റെ സാന്നിധ്യം നിർണായകമാകും എന്നാണ് നമ്മൾ കരുതേണ്ടത്. No, next procedure nothing. Now it will go to the site and it will start the work. Now today brightness is also there. Okay. Weather is there. Rain is the problem of this working. No. We have made the arrangement. Even though it is raining, we will pull the machine by supported by other wheel loader backside and we will try to work. No problem. Sir, what is the working process of this machine? It will scratch from the river side and it will find out up to 60 feet something is there or not. Suppose if we are not finding, we will go further inside by making the road. Okay. And radar is also coming from Goa now. Okay. That also we will, one side we will work on that also. Nambihar is coming now. So all the work we have kept intact. Okay. And today hopefully we will get the result. അത് തന്നെയാണ് MLA പറയുന്നത്. ഇന്ന് നമുക്കൊരു ശുഭകരമായിട്ടുള്ള ഇതിന്റെ ഒരു ഉപയോഗത്തോടു കൂടി, അതായത് ഈ മെഷീൻ്റെ, അതായത് ഹിറ്റാച്ചി ബൂം സംവിധാനത്തിന്റെ പരിശോധനയിൽ നമുക്കൊരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത പങ്കുവെക്കാനാകും. അത് ഇന്നലെ തന്നെ നമ്മുടെ MLA പറഞ്ഞതാണ്. ഇന്ന് രാവിലെയും ആ കാര്യം പങ്കുവച്ചതാണ്. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാരണം ഇതിന് അത്രത്തോളം സംവിധാനങ്ങളുള്ള, അല്ലെങ്കിൽ അത്യാധുനിക സംവിധാനമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വലിയ കൂമ്പാരമാണ് അത്. ഈ നമ്മൾ നിലവിലെ അപകട സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 30-40 മീറ്റർ മാറിയാണ് അതുള്ളത്. അത് വലിയ താഴ്ചയിലാണ് ആ മൺകൂമ്പാരം ഉള്ളത്. അപ്പോൾ മറ്റ് തെരച്ചിൽ മാർഗങ്ങളൊന്നും അവിടെ പ്രായോഗികമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര താഴ്ചയിൽ ഇത്തരം പരിശോധന നടത്താൻ സാധിക്കുന്ന ഈ ഹൈഡ്രോഗ്രാഫിക് സംവിധാനം ഇവിടെ ഈ ഷിരൂരിലേക്ക് എത്തിച്ചത്. അതിന് മുൻകൈയെടുത്ത ഒരാൾ നമ്മുടെ ഈ കാർവാർ MLA ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ എല്ലാ അപ്ഡേഷനുകളും അത് എപ്പോഴെത്തും, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി സംബന്ധിച്ച് ഇന്നലെ മുതൽ തന്നെ MLA അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും MLAയുടെയും പോലീസിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഇത് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കിലോമീറ്റർ മാത്രമേ ഈ ദൗത്യ മേഖലയിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഇതിൻ്റെ ഈ സംവിധാനം പ്രവർത്തിക്കാൻ ആവശ്യമായ
അതിന്റെ ഒരു തെരച്ചിൽ ഉടൻ തുടങ്ങാനാകും എന്ന് തന്നെയാണ് നിലവിൽ പറയുന്നത്. ശരി, നമുക്ക് ശരി. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബൂം എന്ന ക്രെയിൻ അവിടെ എത്തിയിരിക്കുന്നു. ഇനി കാർവാർ MLA ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്ന് അനുകൂലമായ ഒരു വിവരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ബൂം എത്തിയിരിക്കുന്നു. 60 അടി ആഴത്തിൽ മണ്ണ് വാരിയെടുക്കാൻ കഴിവുള്ള ശേഷിയുള്ള യന്ത്രമാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യന്ത്രക്കൈകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മൺകൂനയ്ക്കടിയിൽ എവിടെയെങ്കിലും അർജുനും ലോറിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുമെന്ന് കരുതാം. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് നൽകിയത്. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഷിരൂരിലെ ദൗത്യ സംഘത്തിന്റെ ഏറ്റവും പുതിയ വാർത്തകളും അതോടൊപ്പം തന്നെ മറ്റു വിശേഷങ്ങളും.